നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് സംശയങ്ങളുണ്ട് പറയുമ്പോഴേക്ക് അത് തീർത്തുതരാം. നോനിപ്പഴം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. നോനിപ്പഴം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ കൂടി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആൾക്കാരിപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ്. നഴ്സറി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ പ്ലാന്റ്. അതും അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ചില മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അങ്കമാലി ആ സൈഡിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ കൃഷിക്കാരുണ്ട്, നോനി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കർഷകരുണ്ട് കേട്ടോ. അപ്പോൾ അന്വേഷിച്ചാൽ മതി, മിക്കയിടത്തും കിട്ടും കേട്ടോ. പിന്നെ സോപ്പ് ഡെയിലി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു. ഡെയിലി നല്ല സോപ്പ് ഉപേക്ഷിച്ചോളൂ കേട്ടോ. ഈ പറഞ്ഞ പാക്കുകൾ, ഞാൻ പറയുന്ന ഓരോ പാക്കും നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അഴുക്ക് കളയാനാണല്ലോ സോപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഈ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലയിലെ അഴുക്കുകളൊക്കെ മാറും കേട്ടോ. പിന്നെ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന ബലം അത് നഷ്ടപ്പെടും കേട്ടോ. എന്തായാലും സോപ്പിലൊക്കെ അല്പസ്വല്പം കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. അത് ഒരിക്കലും ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ സോപ്പ് തലയിൽ തേക്കരുത് കേട്ടോ. അല്ലാതെ ഉള്ള വേണമെങ്കിൽ കടലപ്പൊടി തേക്കാം, ചെറുപയർ പൊടി തേക്കാം, താളികൾ കിട്ടും, മേടിക്കാൻ റെഡിമെയ്ഡ് താളികൾ കിട്ടും കേട്ടോ, ആയുർവേദ താളി. അപ്പോൾ അതെല്ലാം തേക്കുക. ഒരിക്കലും നമ്മൾ സോപ്പ് പോലെയുള്ള ഒന്നും തലയിൽ തേക്കരുത് കേട്ടോ. മുടി ദുർബലപ്പെടുത്തുക ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ പ്രോട്ടീൻ എല്ലാം നശിപ്പിക്കും. മുടി വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സ്കാൽപ്പിന് വരെ ഡാമേജ് ആണ് കേട്ടോ. അപ്പോൾ സോപ്പ് ഉപയോഗിക്കണ്ട. പിന്നെ നമ്മൾ തേക്കുന്ന എണ്ണയിൽ ഡെയിലി ആവണക്കെണ്ണയും വിറ്റാമിൻ ഇയും ചേർക്കാമോ എന്ന് ചോദിച്ചല്ലോ. അതിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ വിറ്റാമിൻ ഇ ചേർത്ത് ചെയ്താൽ മതി. അവണക്കെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് 3-4 ഡ്രോപ്സ് ഒഴിക്കാം, അതിന് ബുദ്ധിമുട്ടില്ലല്ലോ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ മുടിയുടെ അറ്റം ഡ്രൈനെസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. മുടിയുടെ അറ്റം അതിന് മുടി തുമ്പത്ത് അല്പം എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന നെല്ലിക്കപ്പൊടി കൊണ്ടുള്ള പാക്ക് ഉണ്ടല്ലോ, അത് തേക്കുമ്പോൾ മുടിയുടെ തുമ്പത്ത് കൂടി തേച്ച് കൊടുത്താൽ മതി കംപ്ലീറ്റ്, തലയോട്ടിലും തലമുടിയിലും എല്ലാം. ഈ പാക്ക് നിങ്ങൾ ബീട്രൂട്ട് പാക്ക് അങ്ങനെ ഒരുപാട് പാക്ക് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഈ മുടിയുടെ അറ്റത്തിൻ്റെ പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. പിന്നെ പലതരം എണ്ണ ഉപയോഗിച്ചാൽ മുടി ഊരിപ്പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ആദ്യം എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം കണ്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചാൽ പോകും, നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മളത് ശീലമാക്കണം. ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് എണ്ണ തേക്കരുത്, അല്പം 3-4 ഡ്രോപ്സ്. അതും പ്രത്യേകം പറഞ്ഞു, നെറുകയിൽ തേക്കരുത്. പുതിയ എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നെറുകയിൽ ആദ്യം തേക്കരുത്. തലവട്ടിലും ബാക്കി എല്ലാ സ്ഥലത്തും സൈഡിലൊക്കെ തേക്കാം, തലമുടിയിൽ തേക്കാം. അല്പം എടുക്കാവൂ കേട്ടോ. അത് പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശീലമാവും മുടി. അങ്ങനെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കാം, മുടി ഊരിപ്പോവില്ല കേട്ടോ. പിന്നെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മുടി കൊഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു. ഈ ചൊറിച്ചിൽ ഒന്നില്ലെങ്കിൽ താരൻ നിമിത്തമാവാം, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിലോ അഴുക്കുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഫംഗസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ചൊറിയാൻ തുടങ്ങും. അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ട് ആര്യവേപ്പിൻ്റെ ഇല വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആഴ്ചയിൽ 2-3 തവണ തേച്ച് കൊടുക്കുക. ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് അതിൽ നിന്ന് നീരെടുക്കണേ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ.
എന്നിട്ട് തലമുടി മസാജ് ചെയ്യുക കേട്ടോ, ഹെയർ കോമ്പിങ് ചെയ്യുക. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ചൊറിച്ചിൽ മാറും. നമ്മുടെ ഞാൻ പറഞ്ഞ പാക്ക് ഉപയോഗിക്കുക. ഇടയ്ക്ക് ആഴ്ചയിൽ അലോവേറയുടെ ജെല്ല് തേച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ തലയുടെ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. പിന്നെ ചൂടുണ്ടെങ്കിലും ചൊറിച്ചിലാവാം കേട്ടോ, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ അകത്തേക്കും കൂടി മരുന്ന് കഴിക്കണം കേട്ടോ. മരുന്ന് മീൻസ് നമ്മൾ വെജിറ്റബിളിലൂടെയും പിന്നെ ഫ്രൂട്ട്സിലൂടെയും ഉണ്ടാകുന്ന പ്രോട്ടീൻ, വിറ്റാമിൻ എല്ലാം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയണമെന്ന് തോന്നുന്നു, അകത്ത് കഴിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് കേട്ടോ. അകത്ത് omega-3 കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം കേട്ടോ. omega-3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ മത്സ്യമാംസം കഴിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചാള, അതുപോലെ കുറേ ഉണ്ട്. മില്ലറ്റ്സ് നന്നായിട്ട് കഴിക്കാം. മില്ലറ്റ്സിൽ പെടുന്ന ചോളം, കമ്പം, ഫ്ലാക്സ് സീഡ്സ് ഓയിൽ ഉള്ളതാണ് കൂടുതൽ കേട്ടോ. അത് വാൽനട്ട്സ് ഒക്കെ കഴിക്കാം. വാൽനട്ട്സ് ഡെയിലി 4 or 5 ഇത് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. ഹാർട്ടിലേക്കുള്ള പമ്പിങ്, ബ്ലഡ് സർക്കുലേഷൻ വരെ ശരിയാവും കേട്ടോ. പ്രോട്ടീൻ, വിറ്റാമിൻസ് എല്ലാം ഉണ്ടാവും അതിൽ നിന്ന്. പിന്നെ കൂടാതെ മത്തങ്ങ ഉപയോഗിക്കാം. മത്തങ്ങ പച്ചക്കറിയിൽ മത്തങ്ങ നല്ലതാട്ടോ. സ്കിന്നിനെ കുറ്റപ്പെടുത്തും, ഫോളിക്കിൾസിനെ ബലപ്പെടുത്തും, മുടി വളർച്ച ഉണ്ടാവും, ഹെയർ ഗ്രോത്ത്, ഹെയർ സ്ട്രെങ്തനിങ് ആണ് ഈ മത്തങ്ങ പംകിൻ വെച്ചിട്ട് നമ്മൾ ഉള്ള ഉപയോഗം കേട്ടോ. പിന്നെ കൂടാതെ വിറ്റാമിൻ എ, സി, ഇ ഉണ്ട്. ഈ എ എന്ന് പറയുന്നതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിക്ക് ബലം കൊടുക്കുന്നതും എ ആണ്. സി, ഇ എന്ന് പറയുന്നത് സ്കാൽപ്പിലുള്ള ഡാമേജിനെ എല്ലാം മാറ്റും കേട്ടോ. അപ്പോൾ മാറ്റി ഫോളിക്കിൾസിനെയൊക്കെ ബലപ്പെടുത്തി നമുക്ക് മുടി വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെ പപ്പായ നന്നായിട്ട് കഴിക്കാം. പപ്പായ പഴുത്ത പപ്പായ ആണെങ്കിലും കുഴപ്പമില്ല, പച്ചയാണെങ്കിലും കുഴപ്പമില്ല, പപ്പായ നന്നായിട്ട് ഉൾപ്പെടുത്താം ഭക്ഷണത്തിൽ. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ സാലഡിൽ അല്പം മത്തങ്ങ ചേർക്കാം കേട്ടോ. മത്തങ്ങ, ക്യാരറ്റ് നല്ലതാണ്. ഡെയിലി ക്യാരറ്റ് ജ്യൂസ് കഴിക്കാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. വിറ്റാമിൻ എ ഉണ്ട്, കണ്ണിനും നല്ലതാണ്. അതുപോലെ പിന്നെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ചൂടിനെ അകറ്റാൻ പറ്റും ഈ ക്യാരറ്റ് ജ്യൂസ്. മുടി വളർച്ചയ്ക്ക് ബെസ്റ്റാണ്, ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസായിട്ട് കഴിക്കാൻ നോക്കാം. പിന്നെ സാലഡിൽ അതുപോലെ omega-3 ആണ് ഒനിയൻ, സവാളയിൽ omega-3 ഉണ്ട്. മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ സാലഡിൽ ഉൾപ്പെടുത്താം. സവാള, കുക്കുംബർ, മത്തങ്ങ, ക്യാരറ്റ്, അതുപോലെ തക്കാളി, പിന്നെ അല്പം ചെറുനാരങ്ങ നീര്, കൂടാതെ കരിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം നമ്മൾ കോവയ്ക്ക, ഇതെല്ലാം സാലഡിൽ ഉൾപ്പെടുത്തി കഴിക്കാം കേട്ടോ. പുളിപ്പില്ലാത്ത തൈര് നല്ലതാണ്, ഈ മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ മില്ലറ്റ്സ് പോലെയുള്ള കുറേ ഉണ്ടല്ലോ, റാഗി, ചോളം, പിന്നെ ഫ്ലാക്സ് സീഡ്, ബദാം, ഇതെല്ലാം നമുക്ക് ഓയിലിംഗ് ഉള്ളതാണ്. അപ്പോൾ അതും നമ്മുടെ ഡെയിലി റൊട്ടീനിൽ 4 or 5 വീതം കഴിക്കാൻ ശ്രമിക്കുക. നട്ട്സൊക്കെ നല്ലതാണ് കേട്ടോ. ഓയിലി ഫുഡ്സ് പോലെ ഉണ്ടാകും. ഫ്ലാക്സ് സീഡ്സ് നല്ലതാണ്. അത് കഴുകി വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിലോ അല്ലെങ്കിൽ ചായയിലോ ഒക്കെ ഇട്ട് നമ്മൾ കുടിക്കുന്ന എന്താണ് അതിലൽപ്പം ചേർത്ത് കഴിക്കാം. പിന്നെ രാവിലെ എണീക്കുമ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ പകുതി ചെറുനാരങ്ങ നീരിട്ടിട്ട് 1 സ്പൂൺ തേൻ ഒഴിച്ച് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് നല്ലതാണ്. ഓറഞ്ച്, ഗ്രേപ്സ് ഒക്കെ നല്ലതാണ് കേട്ടോ. സിട്രസ് ഫുഡ് എന്ന് പറയുമ്പോൾ അൾസർ ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഓറഞ്ച്, ചെറുനാരങ്ങയൊക്കെ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് കഴിക്കുക. പിന്നെ ത്രിഫലാദി ചൂർണം, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് ചൂടുവെള്ളത്തിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ ത്രിഫല ചൂർണം എടുത്തിട്ട് അതിലിളക്കി കുടിക്കാം കേട്ടോ. മോഷനും നല്ലതാണ്. മോഷൻ ഇല്ലാതെ വരുമ്പോൾ, ശോധന ഇല്ലാതെ വരുമ്പോഴും അത് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ. വെജിറ്റബിൾസ്, ചീര നല്ലതാണ് കേട്ടോ, എല്ലാം ചീരയിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക.
കേട്ടോ. പപ്പായൊക്കെ ബെസ്റ്റാണ് കേട്ടോ. പപ്പായ ജ്യൂസായിട്ടും എല്ലാം കഴിക്കാം. പിന്നെ പംകിൻ്റെ മത്തങ്ങയുടെ കുരു നല്ലതാണ്. പിന്നെ അത്തിപ്പഴം നല്ലതാണ് കേട്ടോ. ഡ്രൈഡ് ഫുഡിൽ പെടുന്നതാണ് അതെല്ലാം. ഈന്തപ്പഴം ഇതെല്ലാം നമ്മൾ കഴിക്കാം കേട്ടോ. ഹെയർ കെയർ ഡെയിലി റൊട്ടീനായിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. പറഞ്ഞുതരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാം അങ്ങനെ കേട്ടോ. മുടി എപ്പോഴും തലോടും മുടിയും ശരീരത്തിനാകും തണുക്കാം. ചൂട് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം നമ്മൾ അതുപോലെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഡെയിലി എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എണ്ണ തേക്കുകയാണെങ്കിൽ അല്പസ്വല്പം തേക്കുക. കൂടുതൽ എണ്ണ തേച്ച് പുറത്ത് പോകാതിരിക്കുക. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത് തന്നെ പിന്നെയും ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനിയും അടുത്ത ഇനിയിപ്പോൾ എല്ലാം പറയാൻ പറ്റിയിട്ടില്ല സമയപരിധി മൂലം. അപ്പോൾ ബാക്കിയുള്ളതും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ.